വിശുദ്ധ ബൈബിളിലെ എസ്ര നെഹെമിയ അദ്ധ്യായങ്ങളുടെ ആമുഖം. ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് എസ്ര നെഹെമിയ. BC 538 ബാബിലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങി. പ്രവാസികളായ യഹൂദർക്ക് ജെറൂസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന് ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം പേർഷ്യൻ രാജാവായ സൈറസ് പുറപ്പെടുവിച്ചു. തിരിച്ചുപോയ ആദ്യഗണം പ്രവാസികൾ BC 515 ദേവാലയം പണിതീർത്ത് പ്രതിഷ്ഠിച്ചു. ദേവാലയം നിർമ്മിക്കുന്നതിനും ജെറൂസലേമിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കുന്നതിനും സമരിയാക്കാരിൽ നിന്നുണ്ടായ വളരെയേറെ പ്രതിബന്ധങ്ങൾ അവർക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു. പേർഷ്യൻ രാജാവായ അർത്താക്സർക്സസിൻ്റെ കൊട്ടാരത്തിൽ യഹൂദരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് നിയുക്തനായിരുന്ന നിയമജ്ഞനായ എസ്ര മോശയുടെ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ആധികാരിക രേഖകളോടെ രണ്ടാമതൊരു ഗണം പ്രവാസികളോടൊത്ത് ജെറൂസലേമിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എസ്ര ഗ്രന്ഥം അറിയപ്പെടുന്നത്. വിദേശികളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട യഹൂദർക്കെതിരെ അദ്ദേഹം കർശന നടപടികൾ സ്വീകരിച്ചു. അർത്താക്സർക്സസിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നെഹെമിയായും രാജാവിൻ്റെ അംഗീകാരത്തോടെ ജെറൂസലേമിലെത്തി അതിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കി. നെഹെമിയ രാജാവിൻ്റെ ഉന്നത സ്ഥാനപതിയായി നിയമിതനായി. എസ്ര നിയമഗ്രന്ഥം ജനങ്ങളുടെ മുൻപാകെ വായിച്ചു. എസ്രായും നെഹെമിയായും മതനവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള യഹൂദരുടെ പുനരുദ്ധാരണത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ഈ ഗ്രന്ഥങ്ങൾ. എസ്ര നെഹെമിയ അദ്ധ്യായങ്ങളുടെ ഘടനാതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എസ്ര അദ്ധ്യായങ്ങളിൽ ആദ്യഗണം പ്രവാസികളുടെ തിരിച്ചുവരവ്, വിദേശികളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട യഹൂദർക്കെതിരെ കർശന നടപടി, ദേവാലയ പുനർനിർമ്മാണം, എസ്ര പ്രവാസികളുമായി തിരിച്ചു വരുന്നു എന്നീ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു. രണ്ടാമതായി നെഹെമിയ അദ്ധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നെഹെമിയ ജെറൂസലേമിൽ തിരിച്ചെത്തുന്നു. ജെറൂസലേം മതിൽ പണിയുന്നു. എസ്ര നിയമഗ്രന്ഥം വായിക്കുന്നു. ഉടമ്പടി നവീകരിക്കുന്നു. നെഹെമിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ കാണാവുന്നതാണ്. ഇതാണ് വിശുദ്ധ ബൈബിളിലെ എസ്ര നെഹെമിയ അദ്ധ്യായങ്ങളുടെ ആമുഖം. ദൈവത്തിന് നന്ദി.